അങ്ങനെ നമ്മുടെ സുധാകരന് സമാധാനമായി. കൈവിട്ടു പോകുമെന്ന് കരുതിയ KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ കിട്ടി. KPCC പ്രസിഡന്റായി K സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. AK ആന്റണിയെ സന്ദർശിച്ച ശേഷമാണ് സുധാകരൻ ഇന്ദിരാഭവനിലെത്തിയത്. KPCC ആസ്ഥാനത്തെത്തിയ സുധാകരന് പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത്. ഇനി കണ്ണൂരിൽ ദൈവം സഹായിച്ചൊന്ന് തോൽപ്പിച്ച് തരികയും കൂടി ചെയ്താൽ സമാധാനമായി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം തുന്നിവെച്ച കൂട്ടത്തിൽ സുധാകരനുമുണ്ട്. MP ആയാൽ തിരിച്ചു വരിക എളുപ്പമല്ല. അതുകൊണ്ട് തോൽക്കണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച പലരുമുണ്ട്. സുധാകരനും അക്കൂട്ടത്തിലുണ്ടെന്നാണ് ചില എതിരാളികൾ പറയുന്നത്. കണ്ണൂരിൽ നിന്ന് MLA ആയി നിയമസഭയിലെത്തി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്നാണ് അതിയായ ആഗ്രഹമുണ്ടെന്ന് പാണന്മാർ പാടി പുകഴ്ത്തുന്നത്. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ KPCC പ്രസിഡന്റ് സ്ഥാനം പോയിട്ട് പൂട പോലും കിട്ടില്ലെന്ന് സുധാകരൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി പദവി പിടിച്ചു വാങ്ങിയത്. ഇറക്കിവിടി മുമ്പ് ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം കൈച്ചലാക്കി എന്നതാണ് തിരുവനന്തപുരത്തെ പുതിയ ശ്രുതി. സ്ഥാനാരോഹണ ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ സംബന്ധിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് മാർച്ച് 12-നാണ് K സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയത്. തുടർന്നാണ് UDF കൺവീനർ MM ഹസനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCC ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചത്. സ്ഥാനാരോഹണ ചടങ്ങിൽ MM ഹസൻ പങ്കെടുക്കാത്തത് കൊതിക്കെറിവിലാണെന്നാണ് കേൾക്കുന്നത്. KPCC പ്രസിഡന്റ് കസേരയിൽ ഒന്ന് അമർന്നിരിക്കാൻ പോലും കഴിയും മുമ്പ് ദേ എത്തി ബൂമ്രാങ് പോലെ സുധാകരൻ. അതുകൊണ്ടാണ് ഹസൻ സ്ഥലം വിട്ടതെന്നാണ് കോൺഗ്രസിനകത്തു നിന്നുള്ള കുത്തിത്തിരിപ്പ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കമാൻഡ് സുധാകരന് KPCC പ്രസിഡന്റ് പദവി തിരികെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും K സുധാകരന് KPCC പ്രസിഡന്റ് പദവി തിരികെ നൽകാത്തത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. സുധാകരനെ ഒഴിവാക്കാൻ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പുകൾ ശ്രമം നടത്തിയതായി K സുധാകരൻ അനുകൂലികൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. പദവി തിരികെ നൽകാത്തതിനെ തുടർന്ന് K സുധാകരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സുധാകരന് പദവി നൽകാതെ തെരഞ്ഞെടുപ്പ് ഫലം വരെ വലിച്ചു നീട്ടാനുള്ള ശ്രമമായിരുന്നു നടന്നതെന്നാണ് സുധാകരൻ അനുകൂലികൾ പറയുന്നത്. മാത്രവുമല്ല, സർവേ ഫലങ്ങളിലെല്ലാം LDFന് അനുകൂലമായതും പദവി തിരിച്ചുപിടിക്കാൻ സുധാകരനെ പ്രേരിപ്പിച്ചതായും കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ കരുതുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ അഥവാ തോറ്റുപോയാൽ കളി മാറുമെന്ന് സുധാകരൻ നന്നായി അറിയാം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയാനറിയുന്ന രാഷ്ട്രീയക്കാരനാണ് സുധാകരൻ. ആ സുധാകരന്റെ അടുത്ത കളി. കണ്ണൂരിൽ നിന്ന് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായും പ്രസിഡന്റ് പദവിക്ക് വീണ്ടും ഭീഷണി വരും. അങ്ങനെ വന്നാൽ സുധാകരൻ എന്താണ് ചെയ്യുക എന്നതാണ് പുതിയ ആകാംക്ഷ. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. MyG ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി MyGയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി MyG ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.